എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന LD ക്ലർക്ക് പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ LD ക്ലർക്ക് പരീക്ഷയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അവിടെ പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്ന ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. ഈ ഒരു ഭാഗം നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രിപ്പോസിഷനിൽ നമ്മൾ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ പഠിക്കും, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ പഠിക്കും, ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ പഠിക്കും. ഈ മൂന്ന് പ്രിപ്പോസിഷനുകളും ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ബൈയുമായി ബന്ധപ്പെട്ട ഒരു റൂളാണ്. എല്ലാ വാഹനങ്ങൾക്ക് മുമ്പിലും നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ വാഹനങ്ങൾക്ക് മുമ്പിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ എന്താണ്? എല്ലാ വാഹനങ്ങൾക്കും മുമ്പിൽ എന്നാണ് പറഞ്ഞത്. അതായത് ഈ വാഹനത്തിനും ബൈക്കും ഇടയിൽ ഒന്നും പാടില്ല. അതായത് ഉദാഹരണം പറഞ്ഞാൽ ബൈ ട്രെയിൻ എന്ന് നമുക്ക് പറയാം. നിങ്ങൾ ശ്രദ്ധിക്കുക, ട്രെയിനിനും ബൈനും ഇടയിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ബൈ ബസ് എന്ന് നമുക്ക് പറയാം. അവിടെ ബസ്സിനും ബൈക്കും ഇടയിൽ വേറൊന്നും തന്നെ ഇല്ല. ബൈ ഷിപ്പ് എന്ന് നമുക്ക് പറയാം. അവിടെ ഈ പറയുന്ന ബസ്സിന് ഈ ഷിപ്പിനും ബൈക്കും ഇടയിൽ വേറൊന്നും തന്നെ ഇല്ല. ബൈ ലോറി എന്ന് നമുക്ക് പറയാം. ബൈ ലോറി എന്ന് നമുക്ക് പറയാം. ബൈ കാർ എന്ന് നമുക്ക് പറയാം. ബൈ കാർ എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ എല്ലാ വാഹനങ്ങൾക്ക് മുമ്പിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബൈ ഉപയോഗിക്കാം. പക്ഷെ ഈ പറഞ്ഞ വാഹനത്തിനും ബൈക്കും ഇടയിൽ എന്ത് പാടില്ല? വേറെ ഒന്നും പാടില്ല. അപ്പൊ ഞാൻ അവിടെ എടുത്തെടുത്ത് പറയാണ്, ഒന്നും പാടില്ല, ഇതിനിടയിൽ ഒന്നും പാടില്ല, ഇതിനിടയിൽ ഒന്നും പാടില്ല. അപ്പൊ അതിനിടയിൽ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ബൈ പറ്റില്ല എന്നല്ലേ അർത്ഥം വരുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇതിനിടയിൽ, അതായത് നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു വാഹനത്തിനും, അതായത് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ഒരു പ്രപ്പോസിഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ വാഹനം, ഇതാണ് നമ്മുടെ പ്രപ്പോസിഷൻ. അതിനിടയിൽ ഒരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ, അതിനിടയിൽ ഒരു ആർട്ടിക്കിൾ വരികയാണെങ്കിൽ, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ, ആൻ, ദ എന്നതാണ് നമ്മുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ ഇതിനിടയിൽ ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ, ഇതിനിടയിൽ എന്താണ്? ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ, പൊസസീവ് അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ, പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മൈ എന്ന് പറയുന്നത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഹിസ് എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അവർ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ഹർ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. ദയർ എന്ന് പറയുന്നത് ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അതേപോലെ തന്നെ യുവർ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അതേപോലെ രാമൂസ് എന്ന് പറഞ്ഞാൽ അതും എന്താണ്? ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഈ പറയുന്ന വാഹനത്തിനും നമ്മളിവിടെ കൊടുക്കേണ്ട ഈ പ്രപ്പോസിഷനും ഇടയിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ ബൈ എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ബൈ എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ഓൺ അല്ലെങ്കിൽ ഇൻ ആണ് കൊടുക്കാൻ പറ്റുക. ഓൺ അല്ലെങ്കിൽ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് കൊടുക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? എല്ലാ വാഹനങ്ങൾക്ക് മുൻപിലും ബൈ കൊടുക്കാം. അവിടെ എന്താണ്? ബൈക്കും വാഹനത്തിനും ഇടയിൽ ഒന്നും പാടില്ല. എന്നാൽ വാഹനത്തിനും ഈ കൊടുക്കുന്ന പ്രിപ്പോസിഷനും ഇടയിൽ ആർട്ടിക്കിൾസോ പൊസസീവ് അഡ്ജക്റ്റീവോ വന്നു കഴിഞ്ഞാൽ അവിടെ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ കൊടുക്കാൻ പറ്റില്ല. മറിച്ച് ഓൺ അല്ലെങ്കിൽ ഇൻ ആണ് കൊടുക്കാൻ പറ്റുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നും, ഓൺ അല്ലെങ്കിൽ ഇൻ എന്ന് പറയുന്ന ഈ ഒരു പ്രപ്പോസിഷനിൽ ഏതാണ് ഇനി കൊടുക്കുക എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ ബൈ കാർ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേ സമയത്ത് ബൈ എ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഈ ഒരു ഭാഗത്ത് ഈ ബൈക്ക് പകരമായിട്ട് ഓൺ അല്ലെങ്കിൽ ഇൻ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതെങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉണ്ട്, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മുടെ കൈവശമുള്ളത്. നമ്മളൊരു വാഹനം എടുക്കുന്നു. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ബസ് എന്ന് പറയുന്ന ഒരു വാഹനം എടുക്കുകയാണ്. ബസ് എന്ന് പറയുന്ന ഒരു വാഹനം എടുക്കുകയാണ്.
ആ ബസ്സിനുള്ളിൽ കൂടി നിങ്ങൾക്ക് നടക്കാമല്ലോ. നിങ്ങൾ മുമ്പിലൂടെ ഡോറിലൂടെ കയറി പുറകിലുള്ള സീറ്റിൽ പോയിട്ട് ഇരിക്കുന്നു. അപ്പൊ ആ ബസ്സിനുള്ളിലൂടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റൂലോ. അതേപോലെ നിങ്ങളൊരു ട്രെയിനിൽ കയറുന്നു, ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെന്റിൽ നിങ്ങൾ കയറി നിങ്ങളുടെ സീറ്റിലേക്ക് നിങ്ങൾ നടന്ന് പോയിട്ടിരിക്കാൻ പറ്റൂലോ. ഇങ്ങനെ നമുക്കൊരു വാഹനത്തിനുള്ളിലൂടെ നടക്കാൻ പറ്റുമെങ്കിൽ അവിടെ നമുക്ക് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കാൻ പറ്റുക. ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും, എന്താണ്, ഓൺ എ കാർ എന്ന് പറയാം. ഓൺ എ കാർ എന്ന് പറഞ്ഞാൽ തെറ്റാ, കാരണം കാറിന്റെ ഉള്ളിലൂടെ നടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഓൺ എ ബസ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, കാരണം ബസ്സിനുള്ളിലൂടെ നടക്കാൻ പറ്റും. ഓൺ എ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്, കാരണം എന്താ, ട്രെയിനിന്റെ ഉള്ളിലൂടെ നടക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, എന്താണ്, ഒരു വാഹനത്തിനുള്ളിലൂടെ നടക്കാൻ പറ്റില്ല. ഒരു വാഹനത്തിനുള്ളിലൂടെ നടക്കാൻ പറ്റില്ല എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇൻ എന്ന് പറയുന്ന ആ ഒരു പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻ ഹിസ് കാർ എന്ന് പറയാം, ഇൻ ഹിസ് കാർ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ നോക്ക്, കാറിനും വെഹിക്കിളിനും നമ്മൾ കൊടുക്കേണ്ട പ്രിപ്പോസിഷനും ഇടയിൽ ഹിസ് എന്ന് പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നു. അപ്പോൾ ഇനി ഓൺ ആണോ ഇന്നാണോ എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. കാറ് നോക്കുമ്പോൾ കാറിനുള്ളിലൂടെ ഒന്നും നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ 3 കാര്യങ്ങളെ ഇത്ര നേരം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ എല്ലാ വാഹനങ്ങൾക്കും മുമ്പിൽ ഉപയോഗിക്കാം. ബൈക്കും വാഹനത്തിനും ഇടയിൽ ഒരു കാര്യവും വരാൻ പാടില്ല. ബൈ കാർ, ബൈ ട്രെയിൻ, ബൈ ഷിപ്പ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേ സമയത്ത് ഇനി ഈ പറഞ്ഞിരിക്കുന്ന വെഹിക്കിളിനും നമ്മൾ കൊടുക്കേണ്ട പ്രിപ്പോസിഷനും ഇടയിലായിട്ട് ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഓൺ അല്ലെങ്കിൽ ഇൻ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിൽ ഓൺ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്, ആ വാഹനത്തിനുള്ളിലൂടെ നടക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും, ഓൺ എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ആ വാഹനത്തിനുള്ളിലൂടെ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇൻ എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇത് പലർക്കും മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓൺ എന്ന് എഴുതുമ്പോൾ ഈ ഓയിനെ ഇങ്ങോട്ട് പിടിക്കുക. നോക്ക്, എന്തെങ്കിലും ഒരു സാധനത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് നമുക്ക് വേണ്ടേ, ഒരു ഗ്യാപ്പ് വേണ്ടേ, ആ ഗ്യാപ്പാണ് ആ തൊള എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതേ സമയത്ത് നമ്മൾ ഇന്നെന്ന് എഴുതുമ്പോൾ എന്താ, ഈ തൊള ഇങ്ങനെ അടഞ്ഞിരിക്കുക അല്ലേ. നമ്മുടെ ഇപ്പോൾ ഒരു ലിഫ്റ്റിൽ കയറുകയാണെങ്കിൽ ആ ലിഫ്റ്റ് ഇങ്ങനെ വന്ന് അടഞ്ഞിരിക്കുകയല്ലേ, പിന്നെ അതിനുള്ളിലേക്ക് കയറാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കുക. അതായത് അടഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ അതിനുള്ളിലൂടെ നടക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുക. ഇത് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. പക്ഷെ അതിങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ എന്താ, അതിലൂടെ നടക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഓണും ഇന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറിപ്പോകാതെ ഓർത്തിരിക്കാൻ പറ്റും. പലർക്കും പരീക്ഷ ഹാളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ വരും. അയ്യോ ഇതാ ഓണാണോ, അയ്യോ ഇത് ഇന്നാണോ, അന്ന് എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ബൈ പഠിച്ചു, അതുപോലെ തന്നെ ഓൺ പഠിച്ചു, അതുപോലെ തന്നെ ഇന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന പ്രൊപ്പോസിഷൻ എല്ലാം തന്നെ ട്രാവലിംഗ് പ്രൊപ്പോസിഷനാണ്. നമ്മൾ എന്താണ് പറയുക, ട്രാവലിംഗ് എന്ന് ഞാൻ എടുത്തു പറയുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. ഇപ്പോൾ ഒരു വെഹിക്കിളിൽ നമ്മൾ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്, ആ ഒരു കേസിലാണ് ഈ പറയുന്ന ഓണ്, ഇന്ന്, ബൈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ വരിക. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. എല്ലാ വെഹിക്കിളിന് മുമ്പിലും നമ്മൾ എന്ത് കൊടുക്കും, ബൈ കൊടുക്കും. എല്ലാ ഈ പറയുന്ന വെഹിക്കിളിനും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രൊപ്പോസിഷനും ഇടയിൽ ഈ പറയുന്ന ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വന്നു കഴിഞ്ഞാൽ ഓണും ഇന്നുമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതിൽ ഓൺ എപ്പോഴാണ് ചൂസ് ചെയ്യുക, ആ വെഹിക്കിളിനുള്ളിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഓൺ ചൂസ് ചെയ്യണം. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നു. അതേ സമയത്ത് നമ്മൾ ഈ പറയുന്ന നടക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു എക്സാമ്പിൾ ആണ്. ഡേവിഡ് വെന്റ് ടു മാഞ്ചസ്റ്റർ. ഡേവിഡ് വെന്റ് ടു മാഞ്ചസ്റ്റർ ഡാഷ് ട്രെയിൻ എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. എ എന്ന് പറയുന്നത് ബൈ ആണ്, ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇൻ ആണ്, സി എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഡേവിഡ് വെന്റ് ടു മാഞ്ചസ്റ്റർ ഡാഷ് ട്രെയിൻ എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രൊപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ട്രെയിൻ എന്ന് പറയുന്നതാണ് നമുക്ക് അവിടെ നോക്കേണ്ടത്. ട്രെയിനിന് മുമ്പിൽ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് പഠിച്ചിട്ടുണ്ട് എല്ലാ വാഹനങ്ങൾക്ക് മുമ്പിലും ബൈ ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, ബൈ എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുകയാണ്, ഐ ഗോ ടു വർക്ക് ഡാഷ് കാർ എന്ന് പറയുന്നു. എ എന്ന് പറയുന്നത് ബൈ ആണ്,
ബി എന്ന് പറയുന്നത് ഓൺ ആണ്, സി എന്ന് പറയുന്നത് ഇൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാർ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബൈ ഇൻ ഓൺ ഉണ്ട്, കാറിന് പിറകിലായിട്ട് വേറൊന്നും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചൂസ് ചെയ്യും? ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചൂസ് ചെയ്യും. ഐ ഗോ ടു വർക്ക് ഐ ഗോ ടു വർക്ക് ഡാഷ് ഹിസ് കാർ എന്ന് പറയാം, ഹിസ് കാർ. ഇവിടെ ഓപ്ഷൻ എയിലായിട്ട് ഞാൻ ബൈ തരികയാണ്, ഓപ്ഷൻ ബിയിലായിട്ട് ഓൺ തരികയാണ്, ഓപ്ഷൻ സിയിലായിട്ട് ഇന്ന് എന്ന് പറയുന്ന ഓപ്ഷനും തരികയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ട്രാവലിംഗ് പ്രൊപ്പോസിഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കാർ എന്ന് പറയുന്ന സംഭവമുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. കാർ വരികയാണെങ്കിൽ അവിടെ ബൈ, ഇൻ, ഓൺ എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് ചൂസ് ചെയ്യേണ്ടത്. കാറിന് മുമ്പിൽ ഒന്നും തന്നെ ഇല്ലെങ്കിൽ എനിക്ക് ബൈ ചൂസ് ചെയ്യാമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിലവിൽ ഹിസ് എന്ന് പറയുന്ന ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഓണും ഇന്നുമാണ് എനിക്ക് ചൂസ് ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ആക്കിയിരിക്കുന്നു. കാർ എന്ന് പറയുന്നതിനുള്ളിലൂടെ നടക്കാൻ പറ്റില്ലല്ലോ എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ കൺഫ്യൂഷൻ വരുന്ന ഇനി ഓണും ഇന്നും ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? അയ്യോ എനിക്ക് കൺഫ്യൂഷൻ വരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇതാ ഒരു തുള കിടക്കുന്നു. അതിനുള്ളിലൂടെ പോകാമല്ലോ, അപ്പം നമ്മൾ ഏത് ചൂസ് ചെയ്യും? ഓണ് ചൂസ് ചെയ്യും. അതിനുള്ളിലൂടെ പോകാൻ പറ്റില്ലല്ലോ, അപ്പം നമ്മൾ എന്ത് ചൂസ് ചെയ്യും? ഇൻ ചൂസ് ചെയ്യും, ഇൻ ചൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഓൺ ആണോ? അല്ല, ഇവിടെ നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഇൻ ആണ് ചൂസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം തെറ്റൊന്ന് പഠിപ്പിച്ചാണ്, ഇപ്പം നിങ്ങൾ ആ തെറ്റ് തിരുത്തിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിയില്ലേ, അല്ല സാറേ അവിടെ ഇന്നാണല്ലോ വരേണ്ടത്, നിങ്ങൾ തെറ്റാണ് ഇപ്പോൾ പഠിപ്പിച്ചതെന്ന്, ഇനി നിങ്ങളിത് മറക്കത്തില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഉത്തരം? ഇന്നാണ് നമ്മുടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. ഐ ഗോ ടു വർക്ക് ഇൻ ഹിസ് കാർ എന്നാണ് നമുക്ക് വരേണ്ടത്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ഷീ ഈസ് ട്രാവലിംഗ് ഡാഷ് എ ബസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ ഓൺ ഉണ്ട്, ഓപ്ഷൻ ബിയിൽ നമ്മുടെ ഇന്നുണ്ട്, ഓപ്ഷൻ സിയിൽ നമ്മുടെ ബൈ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നു, എന്താണ് നമ്മുടെ ബസ് തന്നിട്ടുണ്ട്, ട്രാവലിംഗ് എന്നും തന്നിട്ടുണ്ട്, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ഈ പറയുന്ന ബൈ, ഓൺ, ഇന്ന് ഇതിലേതെങ്കിലും ഒന്നാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ ബസ്സിന് മുന്നിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ബൈ വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഓണും ഇന്നും നമ്മൾ ഓർത്തിരിക്കണം. ഓണിലും ഇന്നിലും ബസ്സാണല്ലോ, ബസ്സിനുള്ളിലൂടെ ഞാൻ നടന്നിട്ടൊക്കെ പോകാറുണ്ടല്ലോ അല്ലെ, ഓരോ സീറ്റിലേക്കും നമ്മൾ നടക്കാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ ഇന്ന് വരത്തില്ല, ഓണാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓൺ എന്നാണ് വരേണ്ടത്. ഷീ ഈസ് ട്രാവലിംഗ് ഓൺ എ ബസ് എന്നാണ് കറക്റ്റായിട്ട് വരേണ്ടത്. ഇനി ഞാൻ പറഞ്ഞു ഇവിടെ ട്രാവലിംഗ് അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുക. ഹി ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബസ്. ഹി ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബസ്. ഓപ്ഷൻ എയിൽ ബൈ തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബിയിൽ ഞാൻ ഇൻ തരികയാണ്, ഓപ്ഷൻ സിയിൽ ഞാൻ ഓൺ തരികയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹി ഈസ് സിറ്റിംഗ് ഡാഷ് ദ ബസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അദ്ദേഹം ആ ബസ്സിനുള്ളിൽ ഇരിക്കുക എന്നാണ് ശരിക്കും അർത്ഥം വരേണ്ടത്, അല്ലാതെ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു അർത്ഥമല്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ബൈ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനുകളിൽ ഇവിടെ എന്താണ്, ബസ് മൂവ് ചെയ്യുന്നില്ല, ബസ്സിൻ്റെ ഉള്ളിൽ എന്നൊരു അർത്ഥമാണ് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ വരേണ്ട ഒറ്റൊരു പ്രിപ്പോസിഷനേ ഉള്ളൂ, ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. തൊട്ട് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞെന്താ, സി ഈസ് ട്രാവലിംഗ് ഓൺ എ ബസ്, അവൻ ട്രാവൽ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഐ ഗോ ടു വർക്ക്, എന്താണ്, ഐ ഗോ ടു വർക്ക് ഇൻ ഹിസ് കാർ, അവിടെയും ട്രാവൽ ചെയ്യുകയാണ്. ഐ ഗോ ടു വർക്ക് എന്താണ്, ബൈ കാർ, അവിടെയും ട്രാവൽ ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, മറിച്ച് നമ്മളോട് ട്രാവൽ ചെയ്യുന്നുണ്ടോ ഒന്നൊന്നും പറയുന്നില്ല, ആ ഒരു ബസ്സിന് ഉള്ളിൽ ഇരിക്കുകയാണ് എന്നാണ് വരേണ്ടത്, ഉള്ളിൽ ഇരിക്കുകയാണ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓൺ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ബസ്സിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു വരേണ്ടി വരും. പക്ഷെ ഇവിടെ എന്താണ്, ഉള്ളിൽ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 കേസുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബൈ വരുന്ന കേസ്, പിന്നെ ഇന്ന്, അതുപോലെ തന്നെ ഓൺ വരുന്ന കേസ്, ഇപ്പോൾ ഇൻ മാത്രം വരുന്ന കേസ്. അങ്ങനെ നമ്മൾ എന്താണ് 4 കേസുകൾ പഠിച്ചു. വാഹനത്തിന് മുന്നിൽ ഒന്നുമില്ലെങ്കിൽ ബൈ ആണ്. അതേ സമയത്ത് വാഹനത്തിന് മുമ്പിൽ ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വന്നു കഴിഞ്ഞാൽ ഓണും ഇന്നും വരാം. അതിൽ ഓൺ വരുന്ന കേസിൽ അതിനുള്ളിലൂടെ നടക്കാൻ പറ്റുമെങ്കിൽ അവിടെ എന്താണ്, ഓണാണ് വരിക. ഇന്ന് വരുന്ന കേസ് എന്ന് പറയുമ്പോൾ നടക്കാൻ പറ്റില്ലെങ്കിൽ, ഈ 3 കേസിലും ബസ് ട്രാവലിംഗ് ആണ്. അതാണ് നമ്മൾ ട്രാവലിംഗ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. പക്ഷേ ബസ്സിനുള്ളിൽ ഇരിക്കുകയാണ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ഇൻ മാത്രമേ വരൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം ഇത് PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക.
അപ്പോൾ നമ്മൾ അവസാനമായിട്ട് നാലാമതായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു കണ്ടീഷനിൽ ഇൻ മാത്രമേ വരുള്ളൂ. അതിനുള്ളിൽ ഇരിക്കുകയാണെങ്കിൽ ഇൻ മാത്രമേ വരുള്ളൂ. അത്തരത്തിൽ ഇൻ മാത്രം വരുന്ന ഒരു കണ്ടീഷൻ കൂടി നമ്മൾ ഇനി ഇവിടെ പഠിക്കാനായിട്ട് പോവുകയാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് പ്ലൂരൽ ഫോമിലാണെങ്കിൽ പിന്നെ നിങ്ങൾ ബൈൻ്റെയും പുറകെ പോകണ്ട, ഓണിൻ്റെയും പുറകെ പോകണ്ട, ആകെ ഇന്നിൻ്റെ പുറകെ പോയാൽ മതി. അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ കേസ് പഠിക്കുകയാണ്. തന്ന വാഹനം ഒരു പ്ലൂരൽ എങ്കിൽ അവിടെ ഇൻ മാത്രമായിരിക്കും പ്രപ്പോസിഷനായിട്ട് വരിക. ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഓൾഡ് മാൻ നെവർ ട്രാവൽസ് ഡാഷ് പ്ലെയിൻസ് എന്ന് വരികയാണ്. ഓൾഡ് മാൻ നെവർ ട്രാവൽസ് ഡാഷ് പ്ലെയിൻസ്. അപ്പോൾ ഇവിടെ ഓൾഡ് മാൻ നെവർ ട്രാവൽസ് ഡാഷ് പ്ലെയിൻസ് എന്ന് വരുന്നു. ഓപ്ഷൻ എയിൽ ഇന്ന് തന്നിരിക്കുന്നു, ഓപ്ഷൻ ബിയിൽ ഓൺ തന്നിരിക്കുന്നു, ഓപ്ഷൻ സിയിൽ ബൈ തന്നിരിക്കുന്നു. നമ്മൾ നോക്കുമ്പോൾ പ്ലെയിൻ ആണ്, പ്ലെയിൻ്റെ പുറകിൽ ഒന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ ബൈ എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നും. പക്ഷേ ഇവിടെ പ്ലെയിൻസ് എന്നാണ് തന്നിരിക്കുന്നത്. പ്ലെയിൻസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോമാണ്, അപ്പോൾ നമുക്ക് ബൈ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ മുന്നിലേക്ക് വരുന്ന ഓൺ ആണ്. പ്ലെയിനിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ പറ്റുമല്ലോ, അപ്പോൾ നമുക്ക് ഓൺ ഉപയോഗിക്കാം. പക്ഷേ അവിടെ എന്താണ്, പ്ലെയിൻസ് എന്നാണ് തന്നിരിക്കുന്നത്, അപ്പോൾ അവിടെ നമുക്ക് ഓണും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ് നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഒരു വാഹനത്തിനുള്ളിലൂടെ നടക്കാൻ പറ്റില്ല എങ്കിൽ, അതായത് ഈ വാഹനത്തിന് മുമ്പിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് വരികയാണെങ്കിൽ. രണ്ടാമത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു വാഹനത്തിനുള്ളിൽ ഇരിക്കുകയാണ്, അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ ഇന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് മാത്രമേ പറ്റുന്ന മറ്റൊരു കേസാണ് ഈ വാഹനം പ്ലൂരൽ ആണെങ്കിൽ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ, ഇന്ന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അതായത് മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരാം. മൈ ഗ്രാൻഡ് ഫാദർ നെവർ ട്രാവൽസ് ഡാഷ് ഷിപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻ എയിൽ ഞാൻ ബൈ തന്നിരിക്കുന്നു, ഓപ്ഷൻ ബിയിൽ ഓൺ തന്നിരിക്കുന്നു, ഓപ്ഷൻ സിയിൽ ഇൻ തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, മൈ ഗ്രാൻഡ് ഫാദർ ഇവിടെ നെവർ എന്നാണ്, നെവർ ട്രാവൽസ് ഡാഷ് ഷിപ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷിപ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഷിപ്പിന് മുമ്പിൽ ഒന്നും തന്നെ ഇല്ല, ആർട്ടിക്കിളും ഇല്ല, പൊസസീവ് അഡ്ജക്റ്റീവ് ഇല്ല. ബൈ ചൂസ് ചെയ്യാമെന്ന് നമുക്കറിയാം, പക്ഷെ അത് പറ്റത്തില്ല. ഷിപ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പ്ലൂരലാണ്. ഓൺ പറ്റുമെന്ന് വെച്ചാൽ ഷിപ്പിനുള്ളിലൂടെ നടക്കാൻ പറ്റും, പക്ഷെ ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റില്ല. ഷിപ്സ് എന്ന് പറയുന്നത് പ്ലൂരലാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഇൻ മാത്രമാണ്. ഏത് മാത്രമാണ്, ഇൻ മാത്രമാണ് ചൂസ് ചെയ്യാൻ പറ്റുക എന്ന കാര്യം ഓർത്തിരിക്കുക. ഇൻ മാത്രമാണ് ചൂസ് ചെയ്യാൻ പറ്റുക എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നമ്മളിവിടെ അടുത്തൊരു കേസും കൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ കാൽനടയായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മൃഗങ്ങളുടെ ഇപ്പോൾ കുതിരേൻ്റെ പുറത്തൊക്കെ ട്രാവൽ ചെയ്യില്ല, മൃഗങ്ങൾ, അതിൻ്റെ പുറത്തൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. എന്താണ്, നമ്മൾ കാൽനടയായിട്ട് അല്ലെങ്കിൽ മൃഗങ്ങളുടെ പുറത്താണ് എന്ന് പറയുമ്പോൾ ഓൺ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഹി ഗോസ് ടു ഓഫീസ് ഡാഷ് ഫുഡ്. അപ്പോൾ അവിടെ എ എന്ന് പറയുന്നത് ഇന്നാണ്, ബി എന്ന് പറയുന്നത് ഓൺ ആണ്, സി എന്ന് പറയുന്നത് ഞാൻ ബൈ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അദ്ദേഹം കാൽനടയായിട്ടാണ് യാത്ര ചെയ്യുന്നത്. കാൽനടയായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഓൺ ആണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ്, ഹി ഗോസ് ടു ഓഫീസ് ഓൺ ഫുട്ട് എന്നാണ് വരേണ്ടത്. ഹി ഗോ ടു ഓഫീസ് ഓൺ ഫുട്ട് എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ എന്താണ്, കാൽനടയായിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ ഇന്നും പറ്റില്ല, അതേപോലെ തന്നെ ബൈയും പറ്റില്ല. എവിടെ എന്താണ്, ഓൺ എന്നാണ് നമുക്ക് വരേണ്ടത്. മറ്റൊന്ന്, ഷീ ഗോസ്, ഇത് പണ്ടത്തെ കാലഘട്ടം കേട്ടോ, പഴയ കാലഘട്ടത്തിൽ സി ഗോസ് ടു ടെമ്പിൾ എന്ന് പറയാം. ഹി ഗോസ് ടു ടെമ്പിൾ ഡാഷ് ആൻ എലിഫന്റ്. അദ്ദേഹം അവിടെ പോകുന്നത് എന്തിലാണ്, എലിഫന്റിലാണ്. അപ്പോൾ അവിടെ എ എന്ന് പറയുന്ന ഓപ്ഷൻ ബൈ ആണ്. പിന്നെ എന്താണ്, ബി എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ്, ഓണ് എന്ന് നമുക്ക് കൊടുക്കാം. സി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ഇന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്, ഓൺ ആണ് വരേണ്ടത്. കാരണം അയാൾ ആ ടെമ്പിളിൻ്റെ പുറത്ത്, എലിഫൻറ്റിൻ്റെ പുറത്ത് കയറിയിട്ടാണ് അയാൾ ആ യാത്ര ചെയ്യുന്നത്.
പണ്ട് കാലഘട്ടത്തിലെ രാജാക്കന്മാരെയൊക്കെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ് ഷീ ഗോസ് ടു ടെമ്പിൾ ഓൺ ആൻ എലിഫന്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൻ്റെ പുറത്ത് കയറിയിട്ടാണ് അദ്ദേഹം പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ട്രാവൽ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ്. ഒരിക്കൽ കൂടി ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൊപ്പോസിഷനിൽ ആദ്യം നമ്മൾ പറഞ്ഞത് ബൈ എന്ന് പറയുന്ന പ്രൊപ്പോസിഷനാണ്. ഒരു വെഹിക്കിളിന് മുന്നിൽ ആർട്ടിക്കിളോ പൊസസീവ് അഡ്ജക്റ്റീവോ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷനും ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനുമാണ്. ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വെഹിക്കിളിനുള്ളിലൂടെ നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ ഓൺ ഉപയോഗിക്കും. അവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു, വെഹിക്കിളിന് മുന്നിലായിട്ട് ഒന്നെങ്കിൽ ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വരണം. ഇനി ഇന്നിൻ്റെ കേസിലാണെങ്കിലും വെഹിക്കിളിന് മുന്നിൽ ആർട്ടിക്കിളോ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവോ വരണം. പക്ഷേ ഇന്നിൻ്റെ കേസിൽ എന്താണ്, ആ വാഹനത്തിനുള്ളിലൂടെ നടക്കാൻ പറ്റില്ല. അതിൻ്റെ ചെറിയൊരു ടിപ്പ് ഓർത്തിരിക്കാനായിട്ട് ചെറിയൊരു ടിപ്പും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇന്ന് മാത്രം ഉപയോഗിക്കുന്ന കേസുകൾ നമ്മൾ പഠിച്ചു. ഒരു വാഹനത്തിനുള്ളിൽ ഇരിക്കുകയാണ് എന്ന് പറയാനാണെങ്കിൽ അവിടെ ഇന്ന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ വാഹനം ഒരു പ്ലൂരൽ ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അവിടെയും നമ്മൾ ഇന്ന് മാത്രമാണ് ഉപയോഗിക്കുക. ഓൾഡ് മാൻ നെവർ ട്രാവൽസ് ഡാഷ് പ്ലെയിൻസ് എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അവിടെ പ്ലെയിൻസ് എന്ന് പറയുന്നത് പ്ലൂറിലാണ്. അപ്പോൾ ഇന്ന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞ റൂൾ ഉണ്ടല്ലോ, ആ റൂളിൻ്റെ കൂടെ ഒരു എക്സാമ്പിളെങ്കിലും എഴുതി വെക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. എന്താണ്, ആദ്യം ഞാൻ ബൈ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രപ്പോസിഷൻ, അതെന്ന് പറയുന്നത് വെഹിക്കിളിൻ്റെ മുന്നിൽ ഒന്നും പാടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബൈ എന്ന് എഴുതിയിട്ട് ബൈ മാത്രം തൊട്ട് താഴെയായിട്ട് ഈ ഒരു എക്സാമ്പിൾ മാത്രം എഴുതി വെക്കുക. ഡേവിഡ് വെൻ ടു മാഞ്ചസ്റ്റർ ബൈ ട്രെയിൻ. അപ്പോൾ എന്താണ്, ട്രെയിനിൻ്റെ പിറകിലൊന്നും തന്നെയില്ല, അപ്പോൾ ബൈ ഉപയോഗിച്ചു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഓണം ഇന്നും തമ്മിലുള്ള ആ ഒരു വേർതിരിവാണ്. അവിടെ ഞാൻ പറഞ്ഞു ഈ വെഹിക്കിളിൻ്റെ മുമ്പിലായിട്ട് ഒന്നെങ്കിൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് വരുന്നത്. അപ്പോൾ എഴുതി വെച്ചോ, ഐ ഗോ ടു വർക്ക് ഹിസ് കാർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാറിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കും, ഇൻ ഉപയോഗിക്കും. ഐ ഗോ ടു വർക്ക് ഇൻ ഹിസ് കാർ എന്നാണ് വരേണ്ടത്. ഇനി ഓണിൻ്റെ കേസിലേക്കുള്ള ഒരു എക്സാമ്പിൾ എഴുതി വെച്ചോ, മൈ പാരൻസ് ഓഫ്റ്റൻ ഗോ ടു ഫ്രാൻസ് ഓൺ എ ഷിപ്പ്. മൈ പാരൻസ് ഓഫ്റ്റൻ ഗോ ടു ഫ്രാൻസ് ഓൺ എ ഷിപ്പ്. നമുക്ക് ആ ഷിപ്പിനുള്ളിലൂടെ നടക്കാൻ പറ്റും. ഷിപ്പിൻ്റെ പുറകിലായിട്ട് എ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ്, ഓൺ ആണ് വരിക. അപ്പോൾ ആ മൂന്നെണ്ണം എഴുതി വെച്ചല്ലോ. ഇനി ഷീ ഈസ് സിറ്റിംഗ് ഇൻ ദ ബസ്. അപ്പോൾ അവിടെ എന്താണ്, ട്രാവലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് അതിനുള്ളിൽ ഇരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ എഴുതുക, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഇന്ന് മാത്രം വരുന്ന കേസാണ്. പ്ലൂറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓൾഡ് മാൻ നെവർ ട്രാവൽസ് ഇൻ പ്ലെയിൻസ്. ഓൾഡ് മാൻ നെവർ ട്രാവൽസ് ഇൻ പ്ലെയിൻസ്. അപ്പോൾ പ്ലെയിൻസ് എന്നാണ്, അപ്പോൾ അവിടെ ഇന്നാണ് വരുന്നത്. പിന്നെ നമ്മൾ കാൽനടയായിട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഒരു മൃഗങ്ങളുടെ പുറത്ത് കയറി പോവുകയാണെങ്കിൽ ഓൺ എന്നാണ് വരേണ്ടത്. ഹി ഗോസ് ടു ഓഫീസ് ഓൺ ഫുട്ട് എന്നാണ് വരേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, ഷീ ഗോസ് ടു ഓഫീസ് ഓൺ ആൻ എലിഫന്റ് എന്നാണ് വരേണ്ടത്. അല്ലെങ്കിൽ ഹി ഗോസ് ടു ടെമ്പിൾ എന്താണ്, ഓൺ ആൻ എലിഫന്റ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ട്രാവലിംഗ് പ്രപ്പോസിഷനിൽ നമ്മൾ പഠിച്ചത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള PSC പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി വരാൻ പോകുന്ന ഷിഫ്റ്റുകൾ ചോദിക്കും. കാരണം പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ LDയിൽ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ട്രാവലിംഗ് പ്രപ്പോസിഷനാണ്. ഈ ഒരു മാർക്ക്, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും നേരം നിങ്ങൾ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ഒരിക്കലും മറക്കാതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ നിന്നൊരു മാർക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനമുള്ള വ്യക്തിയൊന്നുമല്ല. ഞാൻ ഇതുപോലെ മറ്റ് സാറുമാരുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളതും അത് ഞാൻ എഴുതി വെച്ച നോട്ടിലുള്ളതും നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ, ആ ഒരു അറിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത്തരത്തിൽ PSC ഇപ്പോൾ LDCയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ടോപ്പിക്കുമായിട്ട്. താങ്ക് യു.